ഹായ് ഫ്രണ്ട്സ്, ഇത് ആമക്കഴുത്ത്, ആനപ്പരുവ എന്നൊക്കെ പേരുള്ള ഒരു ചെടിയാണ്. പടർന്നു കയറുന്ന ചെടിയാണ്. മരങ്ങളിലും പാറക്കെട്ടുകളിലും ഒക്കെ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇത് നമ്മളുടെ പശ്ചിമഘട്ടത്തിൽ ധാരാളമായി കാണുന്ന ഒരു ചെടിയാണ്. യഥാർത്ഥത്തിൽ ഔഷധ സസ്യമാണെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ഔഷധ ബുക്കുകളിലൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത് നാട്ടുവൈദ്യത്തിൽ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. ഇതിനെ ആമക്കഴുത്ത് എന്ന പേര് പറയാൻ കാര്യം ഒരു ആമ തലനീട്ടി നടന്നു പോകുന്നത് പോലെയാണ് ഇതിൻ്റെ ആകൃതി. ആനപ്പരുവ എന്ന് പറയാൻ കാര്യം, നമ്മൾ മുകളിൽ നിന്ന് ഒരു ആനയെ വീക്ഷിച്ചാൽ, ഒരു മരത്തിന് മുകളിൽ നിന്നോ വീടിൻ്റെ ടെറസിൽ നിന്നോ ആനയെ വീക്ഷിച്ചാൽ അത് എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത് എന്നതുപോലെയാണ് ഇതിൻ്റെ രൂപം. അതുകൊണ്ടാണ് ഇതിനെ ആനപ്പരുവ എന്ന് വിളിക്കുന്നത്. ഇതിനെ പോത്തോസ് കാൻഡൻസ് ആണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത്. പക്ഷേ പോത്തോസ് നമ്മുടെ മണി പ്ലാന്റ് ആണ്, അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് ഒരു പരാത സസ്യമല്ല. ഇത് ഈ പടർന്നു കയറുന്ന ചെടിയിൽ നിന്ന് വെള്ളമോ വളമോ ഒന്നും വലിച്ചെടുക്കാറില്ല. ഇത് സ്വന്തമായി വെള്ളവും വലവും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുകയാണ്. ഇത് ആസ്മയ്ക്കും പൊള്ളലിനും ഒക്കെ സമൂലം ഉപയോഗിക്കാറുണ്ടെന്ന് നാട്ടുവൈദ്യത്തിൽ പറയുന്നുണ്ട്. അല്ല, ആയുർവേദത്തിൽ ഇതിനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല.